ജിത്തു ജോസഫിന്റെ സിനിമ പോലെയാണ് ശബരിമലയിലെ സ്വർണ്ണാഭരണ വിഷയം മാറി മറിഞ്ഞു വരുന്നത്. ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഇജ്ജാതി ട്വിസ്റ്റ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയ പാളി, കട്ടിളപ്പടികളിലെ സ്വർണം പൂശിയ പാളികളിലെ സ്വർണ്ണ വിഷയങ്ങൾക്കപ്പുറത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടിമരം മാറ്റാൻ തീരുമാനിച്ച് നടപ്പാക്കിയതടക്കം സ്വർണ്ണാഭരണ വിഷയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സ്വർണ്ണക്കൊള്ളയുടെ പ്ലാനിംഗ് തുടങ്ങുന്നത് 2014 അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ദേവസ്വം മന്ത്രി VS ശിവകുമാറുമാണ്. VS ശിവകുമാറിന്റെ സഹോദരൻ VS ജയകുമാർ അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ശബരിമലയിലും ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ UDF സർക്കാർ നിയമിച്ച മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന MB ഗോവിന്ദൻ നായർ പ്രസിഡന്റായിരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് കൊടിമരം മാറ്റാൻ തീരുമാനമെടുത്തത്. തന്ത്രി കണ്ഠരര് രാജീവരാണ് കൊടിമരം മാറ്റണമെന്ന ആവശ്യം ബോർഡിന് മുൻപാകെ ഉന്നയിച്ചത്. തുടർന്ന് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദേവപ്രശ്നം നടത്തി കൊടിമരം മാറ്റാനുള്ള പ്രവൃത്തികൾ ഗോവിന്ദൻ നായർ അധ്യക്ഷനായ ബോർഡ് തുടങ്ങിയെങ്കിലും ആ ബോർഡിന്റെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി പുതിയ ബോർഡിനെ നിയമിക്കുകയും പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പുതിയ കൊടിമരം സ്ഥാപിച്ചത്. സ്വർണ്ണ കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് മാറ്റി സ്ഥാപിക്കണം എന്ന ദേവഹിതം ആദ്യമായി പുറത്തു വന്നത് 2015 ശബരിമലയിൽ നടന്ന അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിലാണ്. കോൺക്രീറ്റിൽ നിർമ്മിച്ച് സ്വർണം പൂശിയ കൊടിമരം ചിതൽ പിടിച്ചതായി തന്ത്രിയും ദേവപ്രശ്നം വെച്ചവരെ എങ്ങനെ കണ്ടെത്തിയെന്നതാണ് രസകരം. ദേവപ്രശ്നത്തിന് മുന്നിൽ യുക്തിയോടെ കാര്യങ്ങൾ സമീപിച്ചാൽ ഈ ദേവപ്രശ്നം തന്നെ തട്ടിപ്പാകും എന്ന് മനസ്സിലാകും. ദേവപ്രശ്നം നടത്തിയ ദേവജ്ഞർ കരുതിയത് പരമ്പരാഗത രീതിയിൽ മരം കൊണ്ട് നിർമ്മിച്ച കൊടിമരമാണെന്നാണ്. അതുകൊണ്ട് കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ചു എന്ന തന്ത്രിയുടെ വാദം ദേവജ്ഞർ ഏറ്റുപിടിച്ചു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് നേതാവ് MV ഗോവിന്ദൻ നായർ അന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിനായി 130 കിലോ സ്വർണമാണ് വേണ്ടത്. ഭക്തർ നൽകിയ സ്വർണം ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്. ഇതുപയോഗിച്ച് പൂർണ്ണമായും സ്വർണത്തിൽ കൊടിമരം നിർമ്മിക്കാനാകും. കൊടിമരത്തിന് 15 പറയും, വെണ്ട, ദണ്ട്, വാഹനം, അഷ്ടദിക്പാലകർ, പഞ്ചവർഗത്തറ എന്നിവയാണ് സ്വർണത്തിൽ നിർമ്മിക്കുന്നത്. നിലവിലുള്ള കൊടിമരത്തിന്റെ ഉയരം തന്നെയാകും പുതിയ കൊടിമരത്തിന്. 6.25 മീറ്റർ ഉയരമാണ് കൊടിമരത്തിനുള്ളത്. കൊടിമരത്തിന്റെ ഓരോ പറയും 8 കിലോ സ്വർണം വീതം വേണം. നിലവിലെ കൊടിമരത്തിന്റെ തൂണ് കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതൊഴിവാക്കി പരമ്പരാഗത രീതിയിൽ തേക്ക് തടി ഉപയോഗിച്ചായിരിക്കും പുതിയ കൊടിമരത്തിന്റെ തൂണ് സ്ഥാപിക്കുക. ഇങ്ങനെ പുതിയത് സ്ഥാപിച്ചപ്പോൾ പഴയത് ഷോഡത ക്രിയയിലൂടെ നിർവീര്യമാക്കി അതിൽ പൊതിഞ്ഞിരുന്ന സ്വർണം പൂശിയ പാളികൾ അഴിച്ചു മാറ്റുകയും കൊടിമര ചുവട്ടിലെ പഴയ അഷ്ടദിക്പാലകരെയും അവിടെ നിന്ന് മാറ്റുകയും പഴയ കൊടിമരത്തിലെ വാഹനം തന്ത്രി കണ്ഠരര് രാജീവർ എടുക്കുകയും ചെയ്തു. പഴയ കൊടിമരവും വാഹനവും ഭക്തരുടെ വഴിപാടായി ലഭിച്ച സംഭാവനയാണ്. ഭക്തർ സമർപ്പിച്ച വഴിപാട് ഭഗവത് സ്വത്ത് അഥവാ ദേവസ്വം സ്വത്താണ്. അതിൽ തന്ത്രിക്ക് യാതൊരു അവകാശവുമില്ല. ഇനി ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ സ്ഥാപിച്ച വാഹനമാണെങ്കിലും തന്ത്രിക്ക് അതിൽ അവകാശമില്ല. ദേവസ്വം സ്വത്തിൽ തന്ത്രിക്ക് അവകാശമില്ല. പക്ഷെ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന വ്യാജ അവകാശവാദം തന്ത്രി കണ്ഠരര് രാജീവർ ഉന്നയിച്ച് 12 കിലോയോളം തൂക്കം വരുന്ന സ്വർണം പൂശിയ വാഹനം തന്ത്രി അടിച്ചു മാറ്റി. ഗോവിന്ദൻ നായരുടെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് അതേ വർഷം തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനെ ബോർഡ് പ്രസിഡന്റായി ഉമ്മൻചാണ്ടി സർക്കാർ നിയമിച്ചു. കൊടിമരം മാറ്റാനുള്ള ഗോവിന്ദൻ നായർ അധ്യക്ഷനായ ബോർഡ് തീരുമാനം ദേവസ്വം ഓംബുഡ്സ്മാന്റെ എതിർപ്പ് മൂലം നടന്നില്ല. പിന്നീട് 2018 മെയ് 17 നടന്ന മറ്റൊരു അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിലും ദേവഹിതമായി കൊടിമരം മാറ്റണമെന്ന ആവശ്യം വന്നു. ദേവഹിതം എന്ന രീതിയിൽ അത് നടപ്പാക്കപ്പെട്ടു. അപ്പോഴും പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ തന്നെ. 2018 നടന്ന ഈ ദേവപ്രശ്നമാണ് ശബരിമലയിൽ ഇന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത്. അന്നത്തെ ദേവപ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്: ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ വാതിലുകൾക്ക് ഇളക്കമുണ്ട്, അത് മാറ്റി സ്ഥാപിക്കണം. കൊടിമരത്തിന്റെ പുനർനിർമ്മാണം. ഒന്നാമത്തെ തീരുമാനം നടപ്പാക്കിയതിന്റെ ഭാഗമായാണ് സ്വർണ്ണ കട്ടിളപ്പാളികളും വാതിലുകളും പുറത്തേക്ക് കടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം ലഭിച്ചത്. രണ്ടാമത്തെ തീരുമാനത്തിന്റെ ഭാഗമായി മാറ്റിയ കൊടിമരത്തിലിരുന്ന വാഹനമാണ് ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ദേവപ്രശ്നം നടത്താനുള്ള പ്രാഥമിക തീരുമാനം കൈക്കൊള്ളേണ്ടത് തന്ത്രിയാണ്. ബോർഡ് അത് അംഗീകരിക്കണമെന്ന സാങ്കേതികത്വമേ അതിലുള്ളൂ. ദേവപ്രശ്നം നടത്തേണ്ട ദൈവത്തിനെ നിർദ്ദേശിക്കുന്നതും തന്ത്രിയാണ്. തന്ത്രി നിർദ്ദേശിക്കുന്നവരെ ക്ഷണിച്ചു വരുത്തി ദേവപ്രശ്നം നടത്തുകയും ദേവപ്രശ്നം നടത്തുന്ന ദൈവജ്ഞർക്കുള്ള ദക്ഷിണ കൊടുക്കുന്ന പണി മാത്രമേ ദേവസ്വം ബോർഡിന് സാധാരണഗതിയിലുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്: 2018 അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിലെ വെളിപ്പെടുത്തലുകളായി ദൈവജ്ഞർ പറഞ്ഞത് തന്ത്രി ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമാണ്. 2014 മുതൽ കൊടിമരം ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഗോവിന്ദൻ നായർ എന്ന സാത്വികനെ കുളിപ്പിച്ച് കിടത്താം എന്ന് തന്ത്രിയും പോറ്റിയും അന്നേ കണക്ക് കൂട്ടി. താഴ്മൺ തന്ത്രി കുടുംബവും സംഘപരിവാറും BJPയുമായിട്ടുള്ള ബന്ധം അത്ര രഹസ്യമൊന്നുമല്ല. തന്ത്രി കണ്ഠരര് രാജീവരുടെ ഭാര്യയുടെ സഹോദരൻ BJP സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. പരിവാർ ബന്ധുവായ തന്ത്രി സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായതോടെ BJP തന്ത്രിയെ രക്ഷിക്കാൻ പെടാപ്പാട് പെടുകയാണ്. മകരവിളക്കിന് ശേഷം തന്ത്രി അറസ്റ്റിലാകുമെന്ന് നേരത്തെ തന്നെ ഈ ടൈം ലൈനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. മകരവിളക്കിന് മുന്നേ തന്നെ തന്ത്രി അറസ്റ്റിലായി. പോറ്റി ആദ്യമായി ശബരിമലയിൽ കയറുന്നത് KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ്. പിന്നെ
തന്ത്രി കണ്ഠരര് രാജീവരുടെ തണൽ പോറ്റി മേൽശാന്തിയുടെ സഹായിയായി കീഴ്ശാന്തിയായി ശബരിമലയെ വിഴുങ്ങുന്നവനായി വളർന്നു. സമാന്തരമായി കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം ദൃഢീകരിച്ചു. സോണിയാഗാന്ധിയുടെ അടുക്കൽ വരെ അനായാസം എത്താൻ കഴിയുന്നവനായി പോറ്റി വളർന്നു. മുൻ മന്ത്രി VS ശിവകുമാറും പോറ്റിയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതാണ്. പോറ്റിക്കട്ട ശബരിമലയിലെ സ്വർണം വാങ്ങിയ ബെല്ലാരി ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ഒരുമിച്ച് സോണിയാഗാന്ധിയെ കണ്ടത് എന്തിന് എന്ന കാര്യം അന്വേഷിക്കണം. പോറ്റിയിൽ നിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റിയ കോൺഗ്രസ് നേതാക്കളുടെ വിശദ വിവരങ്ങളും പുറത്തുവരണം. ഒന്നുറപ്പിക്കാം, ആ പേരുകാരുടെ പട്ടികയിൽ കോൺഗ്രസ് MPമാരായ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഉറപ്പായും ഉണ്ടാകും. മുൻ പ്രസിഡന്റ് ഗോവിന്ദൻ നായർ സാത്വികനും അഴിമതി രഹിതനുമായിരുന്നു. അദ്ദേഹം തുടക്കമിട്ട കാര്യങ്ങളല്ലേ എന്ന് കരുതി പത്മകുമാറും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചില്ല. കൂടാതെ അഷ്ടമംഗല്യ ദേവപ്രശ്നവിധി എന്ന പ്രശ്നവും മുൻനിർത്തി തന്ത്രിയുടെ ഇംഗിതം ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ തീരുമാനമാക്കി അവർ നടപ്പാക്കി. നവീകരണ പ്രവർത്തനങ്ങൾ സന്നിധാനത്ത് വെച്ച് തന്നെ നടത്താമെന്ന ബോർഡ് തീരുമാനം അട്ടിമറിച്ച് സന്നിധാനത്തിന് വെളിയിലേക്ക് സ്വർണം പൂശിയ പാളികൾ പോറ്റി കൊണ്ടുപോകാൻ അനുമതി നൽകിയ ഉത്തരവിറക്കിയ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീയാണ് തട്ടിപ്പിലെ മുഖ്യ കണ്ണി. ആ ഉത്തരവാണ് പോറ്റിക്ക് സ്വർണം അടിച്ചു മാറ്റാൻ സഹായകരമായത്. ദ്വാരപാലക ശില്പത്തിലെ താങ്ങുപീഠം തന്റെ സഹോദരിയുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അത് കാണാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ അത് തന്റെ ഗോഡ്ഫാദർ തന്ത്രി കണ്ഠരര് രാജീവരെയും ജയിലിലാക്കാൻ പാകത്തിൽ മാറി മറിയുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല. താങ്ങുപീഠ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ പ്രതിപക്ഷവുമായി ഗൂഢാലോചന നടത്തിയ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ദേവസ്വം വിജിലൻസ് പീഠം പിടിച്ചെടുത്തു. തുടർന്ന് കൂടുതൽ അന്വേഷണം വേണമെന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുകയും പ്രത്യേക അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ ആകാമെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുക കൂടി ചെയ്തതോടെ പോറ്റിയും പ്രതിപക്ഷവും വെട്ടിലായി. റോസ്റ്റർ മാറ്റത്തിന്റെ ഭാഗമായി ചീഫ് ജസ്റ്റിസ് ദേവസ്വം ബെഞ്ച് പുനഃസംഘടിപ്പിക്കുകയും ജസ്റ്റിസ് അനിൽ നരേന്ദ്രന് പകരം ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ദേവസ്വം ബെഞ്ചിന്റെ അധ്യക്ഷനായി വരികയും ചെയ്തതോടെ കാര്യങ്ങൾ കൂടുതൽ ഷാർപ്പായി മാറുകയായിരുന്നു. തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത് ദേവസ്വം ബെഞ്ചിന്റെ അധ്യക്ഷനായി ഹൈക്കോടതിയിലെ ഏറ്റവും ക്രെഡിബിളായ ജസ്റ്റിസുമാരിൽ ഒരാളായ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ വന്നതുകൊണ്ടാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. പഴയ കൊടിമരത്തിൽ നിന്ന് എത്ര സ്വർണം ലഭിച്ചു, പുതിയതിന് എത്ര സ്വർണം ചിലവായി എന്ന കണക്കുകൾ കൂടി പുറത്തു വന്നാൽ ദേവപ്രശ്നങ്ങളുടെ പിന്നിൽ കളികൾ കൂടുതൽ വ്യക്തമാകും. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് തന്ത്രിയും പ്രയാറും ചേർന്ന് നടപ്പാക്കി തുടങ്ങിയ നവീകരണങ്ങളുടെ തുടർച്ചയാണ് പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് നടപ്പാക്കിയത്. തന്ത്രി കണ്ഠരര് രാജീവര് തന്നെയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ നവീകരണത്തിനും കട്ടിളപ്പാളികളുടെ നവീകരണത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി ദേവസ്വം ബോർഡിന് മുന്നിൽ അവതരിപ്പിച്ചത്. തന്ത്രിയെ പൂർണ്ണമായും വിശ്വസിച്ച് പോറ്റിക്ക് നവീകരണ പ്രവർത്തികൾ കൈമാറാൻ ബോർഡ് ഭരണസമിതി തീരുമാനിച്ചു. പോറ്റി കള്ളനാണെന്നും ആ കള്ളനെ കഞ്ഞി വെച്ചവനാണ് തന്ത്രിയെന്നും പത്മകുമാറിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് അയാളുടെയും മറ്റ് അംഗങ്ങളുടെയും പരാജയം. ആ പരാജയത്തിനാണ് പത്മകുമാറും ബോർഡ് അംഗങ്ങളും കേസിൽ പ്രതിയായത്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും. ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ മുൻ പ്രസിഡന്റുമാരായ ഗോവിന്ദൻ നായരും പ്രയാർ ഗോപാലകൃഷ്ണനും സ്വർണ്ണ അപഹരണ കേസിൽ പ്രതികളായി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് കാണാമായിരുന്നു. ഇവിടെയാണ് ദൈവതുല്യൻ ഇങ്ങനെ കാണിക്കുമെന്ന് കരുതിയില്ല എന്ന പത്മകുമാറിന്റെ പ്രസ്താവന കൂടി കൂട്ടി വായിക്കേണ്ടത്. ദേവസ്വം ബോർഡ് ഭരണസമിതി രൂപീകരിക്കുന്നതിനപ്പുറത്ത് സാധാരണഗതിയിൽ തുടർന്നുള്ള ദൈനംദിന ഭരണകാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് റോളില്ല. ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ പൂർണ്ണമായ ജുഡീഷ്യൽ മേൽനോട്ടത്തിലാണ് ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുന്നത്. ബെഞ്ചിലെ ജഡ്ജിമാർ മാറിക്കൊണ്ടേയിരിക്കും. ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയിലെ സ്ഥിരം സംവിധാനമാണ്.